മലപ്പുറത്ത് നിന്നും പന്ത് തട്ടി സൗദി പ്രോ ലീഗ് വരെ എത്തിയ എടക്കര സ്വദേശി മെഹ്ദി മനാൽ ഫുട്ബോൾ പ്രേമികളുടെ ആവേശമാകുന്നു. റിയാദ് അസിസ്റ്റ് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയാണ് കുട്ടി താരം നിലവിൽ ബൂട്ട് കെട്ടുന്നത്. റിയാദിലെ യാറ ഇന്റർനാഷണൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെഹ്ദി. റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരിയുടെ റിപ്പോർട്ടാണ്. മണ്ണും മുതലും തലമുറകളായി കൈമാറും പോലെ മലപ്പുറത്തുകാർ മറക്കാതെ പകർന്നു നൽകുന്നതാണ് കാൽപന്ത് കളിയുടെ ഊക്കും ഊർജവും. അതുകൊണ്ട് തന്നെയാണ് പുതിയ ജൻസി യുവത്വങ്ങളടക്കം കാൽപന്തിന്റെ പുറകെ അന്തം വിട്ടോടുന്നത്. മലപ്പുറത്തുകാർക്ക് കളി വെറും നേരം പോക്ക് മാത്രമല്ല, അതിൽ കളിയിലേറെ കാര്യമുണ്ട്, അതിലേറെ ജീവിത കഥകളും. മലപ്പുറത്തു നിന്നും പന്ത് തട്ടി ഇപ്പോൾ പ്രോ ലീഗ് വരെ എത്തിയ ഒരു മലപ്പുറംകാരൻ്റെ പേര് മെഹദി മനാൽ എന്നാണ്. മെഹദി മനാലിലെ കളി കാണാൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. മെഹദി മനാൽ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. മെഹദി മനാൽ ബാ, അൽ ഹിലാലിൻ്റെ കൂടെയാണ് ഇന്ന് കളിക്കുന്നത് അല്ലേ? അൽ ഹിലാലിനെതിരായിട്ടാണ് ഇന്ന് കളിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് കളിയിൽ നല്ല എഫേർട്ട് എടുത്തിരുന്നു, പക്ഷേ ഞങ്ങൾ തോറ്റുപോയി. 3-1 തോറ്റുപോയി അല്ലേ? സാരില്ല അല്ലേ? അടുത്ത കളി നമ്മൾ പിടിക്കും. ഹിലാലിനോടൊക്കെ എതിരാണല്ലോ നിന്നല്ലേ? അതും മാത്രമല്ല പ്രോ ലീഗിലൊക്കെ കളിച്ചല്ലോ അല്ലേ? പ്രോ ലീഗിൽ നമ്മളിപ്പോൾ സെമിഫൈനൽ വരെ എത്തി. സങ്കടമുണ്ട്, കരഞ്ഞ്. മലപ്പുറത്തിന്റെ ചുവന്ന മണ്ണിൽ നിന്നും മെഹദി പന്ത് തട്ടിക്കേറിയത് സൗദി പ്രോ ലീഗ് അണ്ടർ 12 അൽ ഹിലാൽ അടക്കമുള്ള എണ്ണം പറഞ്ഞ എതിരാളികൾ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എടക്കര മൂത്താടം ഭാഗത്താണ്. അവിടെ കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് ഈ ഫുട്ബോളിനോട് ഇങ്ങനെ കമ്പം തോന്നിയത്. എടക്കര ഒരു അക്കാഡമിയിൽ എൻകാസ എന്നൊരു അക്കാഡമിയിൽ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യണത്. അസിസ്റ്റ് ഫുട്ബോൾ സ്കൂളിലെ സെലക്ഷൻ കിട്ടിയതോടെയാണ് മെഹദിയുടെ കളി കാര്യമാകുന്നത്. ഇന്ന് അൽ ഹിലാലിനോട് സെമി ഫൈനലിൽ പൊരുതിത്തോറ്റ മൈതാനത്ത് നിൽക്കുമ്പോൾ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം ഒട്ടും മങ്ങാതെയാണ് മെഹദിയുടെ സംസാരം. ഇപ്പം ഇതാ ഞങ്ങൾ 11 മാച്ചോളം സൗദി പ്രോ ലീഗ് കളിച്ചിട്ട് ഒരു ലോസ് പോലും ഇല്ലാതെ ഞങ്ങൾ സെമി ഫൈനലിലെത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് സെമി ഫൈനലിൽ അൽ ഹിലാലിൻ്റെ കൂടെയായിരുന്നു. മലപ്പുറത്തുകാരുടെ രക്തത്തിൽ കൂടെ ഒഴുകുന്നതാണ് പന്തും പന്തുകളി ആവേശവും. കളം നിറഞ്ഞു കളിച്ചിട്ടും കാലം മായ്ച്ച കളിക്കാർ ഏറെയുണ്ട് ആ മണ്ണിൽ. പിന്നെ ഈ മലപ്പുറം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പന്ത് കളി എന്ന് പറയണമെങ്കിൽ നമ്മളെ രക്തത്തിൽ തന്നെ ഉണ്ട്. കൂട്ടുകാരാണ് മനാലിന്റെ ശക്തി. ചങ്കായും ചങ്കിലെ ചോരയായും മെഹദിയുടെ ചുറ്റും എപ്പോഴും ഈ കുട്ടിക്കൂട്ടത്തെ കാണാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവൻ ഈ സൗദി പ്രോ ലീഗിൽ തന്നെ ഇവനൊരു ടീമിൽ കളിക്കുന്നുണ്ട്. അതേ സെയിം ടീമിൽ തന്നെ ഇസ്മായിൽ എന്ന് പറഞ്ഞ കളിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ഇഷാനാണ്. ഇവൻ ഷാസാനിൻ്റെ റിയാദ് സോക്കർ അക്കാഡമിയിൽ, എയ്സും റിയാദ് സോക്കർ അക്കാഡമിയിൽ തന്നെ. ഇവന് നല്ല പ്ലെയറാണ്. പിന്നെ ആതിഫ് കോച്ചിൻ്റെ ഇതിലാണ് അവനും വന്നത്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഇന്ത്യൻ ടീമിനായി കളിക്കണമെന്ന്. അസിസ്റ്റ് ഫുട്ബോൾ സ്കൂളിലെ പരിശീലനം കടുപ്പമേറിയതാണ്. സ്വപ്നങ്ങൾക്ക് ബൂട്ടുകെട്ടാൻ മെഹദി ആ കടുപ്പം മധുരമാക്കി കുടിച്ചിറക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ എബിലിറ്റിയും സ്ട്രെച്ചിങ് ഒക്കെ കറക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകുള്ളൂ. നമ്മളെ സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ബോൾ കൺട്രോളിങ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഞങ്ങളെ കോച്ച് ഞങ്ങളെ തരുള്ളൂ. പരിശീലകരുടെ ഇഷ്ട വിദ്യാർത്ഥിയാണ് മെഹദി മനാൽ. റിയാദ് സോക്കർ അക്കാദമി കോച്ച് ഷഹബാസ് മെഹദിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മെഹദിൻ്റെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മെഹദിൻ്റെ ഫാദറാണ്. ഫാദറിൻ്റെ ഡെഡിക്കേഷൻ, ഫാദർ വർക്കും കാര്യങ്ങളും എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് മൂപ്പര് ഇതിന് വേണ്ടിയിട്ട് മെഹദിനെയും കൊണ്ട് ഒരുപാട് ഇവിടെ വരുന്നതും പോകുന്നതും. അപ്പം മെഹദി മനാൽ പ്രോ ലീഗ് വരെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഈ 2 മനുഷ്യരാണ്. മെഹദി മനാലിൻ്റെ ഉപ്പയാണിത്, ഉമ്മയാണ് ഇത്. തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്തു. അത്യാവശ്യം അവരെ മാക്സിമത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ചെറുപ്പം തൊട്ടേ കളിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. കളിക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ. എൻ്റെ പേര് ഹിബ നൗഫൽ. അപ്പോൾ കളിക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിപ്പം എന്തും ചെയ്യാം. എസ്പെഷ്യലി ഇതിൽ സ്പെഷ്യൽ താങ്ക്സ് കിട്ടും ആതിഫ്, റിയാദ് സോക്കർ അക്കാഡമിയുടെ ടീം മാനേജറും അതിൻ്റെ ഓണറൊക്കെ ആയിട്ടുള്ള ആതിഫിനോട് ഒരു ബിഗ് താങ്ക്സ്
പിന്നെ അതിനു മുന്നേ തന്നെ മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ നടത്തുന്ന വലിയ ഇവൻറ്റുകൾ അത് സ്പെഷ്യൽ താങ്ക്സ് മീഡിയ വണ്ണിനുണ്ട്. പിന്നെ സ്കൂൾ തലത്തിൽ നിന്ന് ലിയാഖത്ത് സാറ്, അവരെ വൈസ് പ്രിൻസിപ്പൾ, യാർ ഇൻ്റർനാഷണലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും മനാൽ വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് മലയാളികളുണ്ട്. ഫുട്ബോൾ ആണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും വളരെയധികം കഴിവുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം ആളുകൾക്ക് ഈ മനാൽ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.